പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 12 ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇന്ന് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദിവസം മുഴുവനും അവിടുത്തെ സജീവമായ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ദിവ്യകാരുണ്യനാഥ, ഇന്ന് ഈ പ്രഭാതാരാധനയിൽ പങ്കുചേർന്ന് അങ്ങയുടെ തിരുമുമ്പാകെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ വ്യക്തികളെയും അങ്ങ് കൈക്കൊള്ളുമാറാകണമേ. അവരുടെ നിയോഗങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കപ്പെടുമാറാകണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 41-ാം വചനം ധ്യാനിക്കാം. അവൻ ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. യേശു നിരീക്ഷിച്ചിരുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഭണ്ഡാരത്തിലെ നേർച്ചയിടൽ. ധനവാന്മാർ വലിയ തുകകൾ നിക്ഷേപിച്ചു. വിധവ ചെമ്പു നാണയങ്ങൾ നേർച്ചയിട്ടു. ഹൃദയത്തിൽ തൊട്ടു നൽകുന്നവ മാത്രമാണ് കർത്താവിൻ്റെ ദൃഷ്ടിയിലെ നേർച്ച. സ്വർഗരാജ്യമാകുന്ന ഭണ്ഡാരത്തിലേക്ക് ജീവിതത്തിലെ നന്മകളാകുന്ന നേർച്ചകൾ നാം ഇടുന്നത് കൊതിയോടെ നോക്കിയിരിക്കുന്നവനാണ് നമ്മുടെ ഈശോ. നമ്മുടെ നിക്ഷേപം കൂടുന്നതനുസരിച്ച് കർത്താവിൻ്റെ കണ്ണുകൾ വികസിക്കും, മുഖത്ത് പുഞ്ചിരി വിടരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഓരോ ദിവസവും സ്വർഗരാജ്യമാകുന്ന ഭണ്ഡാരത്തിലേക്ക് വാശിയോടെ നിക്ഷേപം കൂട്ടുന്നവരായി മാറാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.